ഹായ് ഓൾ, ഫേസ്ബുക്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന സ്റ്റാറിന്റെ എമൗണ്ട് ആണ് ഇവിടെ കാണുന്നത്. $0.07, $0.34, $0.04, $0.01. താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റാറിന്റെ എമൗണ്ട് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾക്ക് ഈ സ്റ്റാറിന്റെ എമൗണ്ട് ഒക്കെ എപ്പോഴാണ് ലഭിക്കുന്നത് അതിനെ കുറിച്ചിട്ട് ആർക്കും ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ല. ഈ പറയുന്ന എനിക്കും ഒരു ധാരണ ഉണ്ടായിട്ടില്ല. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ ഫേസ്ബുക്കിനോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മെറ്റാ ടീമുമായിട്ട് ഞാൻ ചാറ്റ് ചെയ്തപ്പോൾ അവർ വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആക്കി തന്നു എനിക്ക്. അതായത് നമ്മളുടെ നമുക്ക് ഫേസ്ബുക്കിൽ പ്രൊഫൈൽ ആയാലും ശരി, പിന്നെ പേജ് ആയാലും ശരി, നമ്മൾക്ക് ലഭിക്കുന്ന സ്റ്റാറിന്റെ എമൗണ്ട് നമ്മൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മിനിമം $25 ആവണം. അതായത് സ്റ്റാറിന്റെ എമൗണ്ട് മാത്രം, മറ്റുള്ളതൊന്നും നമുക്ക് അത് കൂട്ടൂല, അതിന്റെ കൂടെ ആഡ് ആവില്ല. സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ടോ അതുപോലെ തന്നെ കണ്ടന്റ് മോണിറ്റൈസേഷനിൽപ്പെട്ട ഏതെങ്കിലും ടൂളിന്റെ എമൗണ്ടോ ഇതൊന്നും ഇതിന്റെ കൂടെ ആഡ് ആവില്ല. ഇത് വേറെ തന്നെയാണ് ഈ സ്റ്റാറിന്റെ എമൗണ്ട്. ഇങ്ങനെ നമ്മൾക്ക് ലഭിക്കുന്ന ഓരോ ഡോളറും ടോട്ടൽ ആഡ് ആയിട്ട് നമ്മൾക്ക് $25 നമ്മൾക്ക് എപ്പോഴാണോ ആവുന്നത് അപ്പോഴാണ് നമ്മൾക്ക് ഈ സ്റ്റാറിന്റെ എമൗണ്ട് നമുക്ക് അക്കൗണ്ടിലേക്ക് വരത്തുള്ളൂ. അതുവരേക്ക് നമ്മൾക്ക് വരത്തില്ല. ഓക്കെ, അപ്പോൾ ഈ $25 ആവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എത്ര സ്റ്റാർ കിട്ടണമെന്ന് ഞാൻ ഇതേ മെറ്റാ ടീമുമായിട്ട് ചോദിച്ചു. അപ്പോൾ അതേ മെറ്റാ ടീം എന്നോട് റിപ്ലൈ പറഞ്ഞു, $25 ആവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് 2500 സ്റ്റാർ ലഭിക്കണം. അതായത് ഒരു സ്റ്റാറിന് നമ്മൾക്ക് ഒരു സ്റ്റാറിന് നമ്മൾക്ക് ലഭിക്കുന്നത് വെറും $0.1 ആണ്. അതായത് $0.01 ആണ് നമ്മൾക്ക് ഒരു സ്റ്റാറിന് ലഭിക്കുന്നത്. അങ്ങനെ 2500 പ്ലസ് 0.1 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്നത് 2500 ഇൻറ്റു $0.01 ലഭിക്കുന്നത് 25. അപ്പോൾ $25 ആവാൻ വേണ്ടിയിട്ട് 2500 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്നത് 2500 ഇൻറ്റു $0.01 ലഭിക്കുന്നത് 25. അപ്പോൾ $25 ആവാൻ വേണ്ടിയിട്ട് 2500 ആവണം. അപ്പോൾ അത് മെറ്റാ ടീം തന്നെ എനിക്ക് വളരെ വ്യക്തമായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് എന്നെ സംസാരിച്ചിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ടോട്ടൽ സ്റ്റാർ എത്രയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇവിടെ ഒരു ഡാഷ്ബോർഡ് പോയിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റാർ കാണാൻ സാധിക്കും. അതായത് അല്ലെങ്കിൽ മോണിറ്റൈസേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റാർ കാണാൻ സാധിക്കും. ഈ സ്റ്റാറിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെയുള്ള ഈ ഭാഗത്ത് ഏർണിങ്സിന്റെ ഈ ഭാഗത്ത് അതിന്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും 90 ഡേയ്സ്. ഇതിപ്പോൾ ഞാൻ നിലവിൽ ലാസ്റ്റ് 90 ഡേയ്സിന്റെ സ്റ്റാർ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓപ്ഷൻ ഇവിടെ ഓൺ ആക്കി വെച്ചിട്ടുള്ളത്. പല ആൾക്കാരും അത് 7 ഡേയ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 14 ഡേയ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 20 ഡേയ്സ് ആയിരിക്കും. ഞാനിപ്പോൾ ലാസ്റ്റ് 90 ഡേയ്സ് ആക്കി വെച്ചിട്ടാണത്. അപ്പോൾ ലാസ്റ്റ് 90 ഡേയ്സ് വരെയുള്ള എൻ്റെ സ്റ്റാറാണ് ഇവിടെ കാണുന്നത്. $57.57 ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും ലാസ്റ്റ് 90 ഡേയ്സ് വരെയുള്ള സ്റ്റാറിന്റെ എമൗണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ടോട്ടൽ നിങ്ങൾക്ക് എത്രത്തോളം ഏർണിങ്സ് പിന്നെ സ്റ്റാർ എമൗണ്ട് കിട്ടിയെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേ ഔട്ട് ടൂളിൽ തന്നെ പോകണം. പേ ഔട്ട് ടൂളിൽ പോയിട്ട് ട്രാൻസാക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ന് മുതൽ നിങ്ങൾക്ക് ഏർണിങ്സ് ലഭിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ടോ അന്ന് മുതൽ അതുവരേക്ക് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ എവിടേക്കാണ് സ്റ്റാർ എപ്പോഴൊക്കെ ലഭിച്ചത് എന്ന് കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അതല്ലാതെ ടോട്ടൽ നമ്മളുടെ സ്റ്റാർ നിലവിൽ ഇവിടെ കാണിക്കുന്ന ഓപ്ഷന് നിലവിലില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർ എത്രയാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ. ജയ് ഹിന്ദ്.